തൊട്ടടുത്ത വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് വിമാനങ്ങൾ കുതിച്ചുയരുമ്പോൾ ദുരിതങ്ങൾ താണ്ടിയ തന്റെ ഹജ്ജ് യാത്രയെക്കുറിച്ച് അയവിറക്കുകയാണ് നടുവണ്ണൂർ കാവുന്തറയിലെ വീട്ടിലിരുന്ന് പക്കു ഹാജി. പ്രായം അല്പസ്വല്പം ശരീരത്തെ തളർത്തിയെങ്കിലും മനസ്സിന് യുവത്വം തന്നെ. അരനൂറ്റാണ്ട് മുമ്പത്തെ യാത്രയുടെ ഓരോ നിമിഷങ്ങളുമുണ്ട് ആ മനസ്സിൽ. മുംബൈയിൽ നിന്നായിരുന്നു ജിദ്ദയിലേക്കുള്ള കപ്പൽ. കോഴിക്കോട് പുറംകടലിലെത്തിയ കൊച്ചി മുംബൈ കപ്പലിൽ കയറിയത് ഉരുവിൽ കയറി. ആൾക്കാർ പറഞ്ഞ് കപ്പലിന് കുറച്ച് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അതുകൊണ്ട് കേട്ടപ്പോൾ ഏതാണ്ട് ആളും ബേജാറായി. വലിയ ബേജാറില്ല. എനിക്കങ്ങനെ ബേജാറൊന്നും ബേജാറ് ഏടുന്നായാലും അള്ളാഹു കണക്കാക്കിയ അവസ്ഥ വരും. കോഴിക്കോട് നിന്ന് പുറംകടലിലേക്ക് ഉരു, മുംബൈയിലേക്കും അവിടെ നിന്നുമുള്ള കപ്പലുകൾ, തിരയിളക്കം, നിശബ്ദത, കടൽ ചുരുക്ക്, എല്ലാം ചേർത്ത അനിശ്ചിതത്വം. മനസ്സ് മരവിക്കാവുന്ന അവസ്ഥകളിലും കരുത്തു നൽകിയത് ഹറം കാണാം, കഅബ കാണാം, പ്രിയപ്പെട്ട പ്രവാചകന്റെ കബറിടം കാണാം തുടങ്ങിയ ചിന്തകളായിരുന്നു. മുംബൈയിൽ നിന്ന് 4 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഏദൻ മല ദൃശ്യമായപ്പോൾ മനസ്സു കുളിർത്തു. പിന്നെ പുണ്യഭൂമിയിലെ നിമിഷങ്ങൾ. മഴ പെയ്ത് ഹറമിൽ വെള്ളം കയറിയത്, സംസം കിണറിൽ നിന്ന് വെള്ളം കോരി കുളിച്ചത്, ഹിറാ ഗുഹ കാണാൻ മല കയറിയത്. ത്യാഗത്തിന്റെ ഹജ്ജിന് ഇന്നത്തേതിനേക്കാൾ മഹത്വം കൽപ്പിക്കാനൊന്നും പക്കുഹാജി പക്ഷേ തയ്യാറല്ല. ഓരോ കാലത്തും ഓരോ സൗകര്യങ്ങളുണ്ടാകും, അത്ര തന്നെ. ക്യാമറ പേഴ്സൺ CP അനിൽകുമാറിനൊപ്പം ഇർഷാദ് പടന്ന മീഡിയ.